ഇൻകം സ്റ്റേറ്റിന്റെ ഫോർമാറ്റ് പഠിച്ചു, ഒപ്പം 4 റേഷ്യോസും പഠിച്ചു. ഇൻകം സ്റ്റേറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലേ? യെസ്. മെയിൻലി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി കമ്പനീസ്. കമ്പനീസ് ആണ് ഇത് പൊതുവെ പ്രിപ്പയർ ചെയ്യുക. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, നെറ്റ് സെയിൽസ് കിട്ടും. ഇതിനുശേഷം ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ ജി പി കിട്ടും. ജി പിയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ആഡ് ചെയ്ത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ആഫ്റ്റർ ടാക്സിലേക്ക് മാറ്റം, ടാക്സ് ലെസ് ചെയ്യുക. പൊതുവെ അതുണ്ടാവില്ല. ആ ലാസ്റ്റ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെ പറഞ്ഞാൽ മതി. റേഷ്യോസ് ഡിനോമിനേറ്റർ എല്ലാം നെറ്റ് സെയിൽ ആവുമെന്ന് ഓർക്കുക. ജി പി റേഷ്യോ ജി പി ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്, എൻ പി റേഷ്യോ എൻ പി ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ മാത്രമാണ് വ്യത്യാസമുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. എന്നാൽ കൊടുക്കൊരു പ്രോബ്ലം, ഫ്രം ദ ഫോളോയിങ് calculate profitability ratios based on sales. From the following information calculate profitability ratios based on sales. താഴെ കൊടുക്കുക സെയിൽസ് 1,10,000, സെയിൽസ് റിട്ടേൺ 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60,000, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 20,000, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 5,000. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കുള്ളത്. അത് ആദ്യം എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? എന്നാ ആൻസറിന് പുട്ട് ചെയ്യുക. ഫസ്റ്റത്തെ പണി ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫുള്ളാക്കുക. അതിലുണ്ടാവും നമുക്ക് വേണ്ട സംഗതികളൊക്കെ. ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എഴുതി വെച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, റൈറ്റ് സൈഡ് കൊണ്ടുപോയിട്ട് ആദ്യം എങ്ങനെ നെറ്റ് പ്രോഫിറ്റ് വരെ കണ്ടുപിടിക്കുക. എങ്ങനെയാ നെറ്റ് പ്രോഫിറ്റ് വരെ കണ്ടുപിടിക്കാൻ? ആദ്യം എന്ത് ചെയ്യുക? റൈറ്റ് സൈഡ് കൊടുത്താൽ മതി. സെയിൽസ് ഒരേ ലൈനിൽ പോവുക. സെയിൽസ് എത്രയാ? വാട്ട് ഈസ് ദ സെയിൽസ്? എത്രയാണ്? 1,10,000. ആദ്യം എന്ത് ചെയ്യണ്ടേ? ഈ 1,10,000 നിന്ന് റിട്ടേൺ മൈനസ് ചെയ്യുക. ഹൗ മച്ച് ഈസ് ദ റിട്ടേൺ? 10,000. കുറച്ചാ കിട്ടുന്ന സാധനത്തിന്റെ പേരെന്താ? നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽ എത്രയാ കിട്ടുക?
1 lakh ആണോ? ഓക്കെ. പിന്നെ ആ 1 lakh എന്താ കുറയ്ക്കണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര തന്നിട്ടുള്ളേ? 60,000 is given. So deduct cost of goods sold from net sales. We get gross profit. എത്ര gross profit? So we will get rupees 40,000 as GP. Then deduct operating expenses from GP. GP ന്ന് എന്ത് കുറക്കണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നേരിട്ട് തന്നിട്ടുണ്ടോ? അതോ പല എക്സ്പെൻസുകളായിട്ട്? ഇന്നലെ പറഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മേ ബി ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, as well as സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ ആ ഒരു പേരിൽ അറിയപ്പെട്ട് തരും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ പാടെ കൂട്ടിയിട്ട് എഴുതിയിട്ട് കുറയ്ക്കാം. ഒക്കെ പാടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് കൂട്ടിയിട്ട് ജി പിയിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get operating profit. Here the operating expense is 20,000. So operating profit will be എത്രയാവും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20,000 കിട്ടും. നോർമലി ഇനി എന്താ ചെയ്യാനുള്ളത്? വി ഹാവ് ടു ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം വിത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? അല്ല കുട്ടികളെ, നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ദെർ ഈസ് നോ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. സോ ഇഗ്നോർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇല്ലാത്ത വേണ്ട, അതിനെ ഇഗ്നോർ ചെയ്യുക, ആഡ് ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യുക? ബട്ട് ദർ ഈസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സോ വി ഹാവ് ടു ഡിഡക്ട് ഇറ്റ് അല്ലേ? അത് വേണ്ടേ? കാണാം. സോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാം. നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നല്ല, നോൺ ഓപ്പറേറ്റ് എക്സ്പെൻസ് തന്നെ എഴുതാം. അവിടെ ഇതിലിവിടെ എന്തോ തെറ്റി എഴുതിയിട്ടുണ്ട്. NOP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. NOP അല്ല, NOE. എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എത്രയാ? 5,000 അല്ലേ? So what will be the final answer? Net profit 15,000. ടാക്സ് ഒന്നും ഡിഡക്ട് ചെയ്യേണ്ടാവൊന്നും ഉണ്ടാവില്ല. റേഷ്യോയിൽ അത് ഉണ്ടാവില്ല. നമുക്കിനി കുറച്ച് കഴിഞ്ഞാൽ ബേസിൽ കുറച്ച് സംഗതി പഠിക്കാനുണ്ട്. കമ്പാരിറ്റീവ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, അവിടെ നമുക്ക് ടാക്സും കൂടെ ഉണ്ടാവാം. സോ നെറ്റ് പ്രോഫിറ്റ് ഈസ് rupees 15,000. ഇനി നമുക്ക് വേണ്ടത് അങ്ങനെ എഴുതിയെടുത്താൽ പോരെ? ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് എഴുതി വെച്ച സാധനത്തിൽ എല്ലാം ഉണ്ട്. പെറുക്കിയെടുത്ത് ഇങ്ങനെ കൊടുക്കുക, പെർസെൻറ്റേജ് വെച്ച് കാണുക, ആൻസർ ഉണ്ട് പുട്ട് ചെയ്യുക. So first equation, what is the first equation under profitability ratio based on sales? GP ratio, gross profit ratio. ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ് ആണ്. It shows the relationship between gross profit and net sales. How much is the proportion of gross profit on sales? എത്ര ഭാഗമാണ് സെയിൽസിന്റെ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഹൗ മച്ച് ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്? സോ ഇക്വേഷൻ വിൽ ബി എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. വാട്ട് ഈസ് ദി ഗ്രോസ് പ്രോഫിറ്റ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 40,000. സെയിൽസ് അല്ല എടുക്കേണ്ടത്. ഡിനോമിനേറ്റർ ആയിട്ട് എന്താ എടുക്കണ്ടേ?
നെറ്റ് സെയിൽസ്. ആൻസർ എത്രയോ? 40,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 എത്ര വരും? 40 കിട്ടുന്നുണ്ടോ? എക്സ്പ്രസ് ചെയ്യുക. ദ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് അല്ലേ? Normally, profitability ratios are expressed in percentage. So here the GP ratio is 40%. That means GP is the, or gross profit ratio is the 40% on net sales. നെറ്റ് സെയിൽസിന്റെ 40% എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ജി പി ഈസ് ദി ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദി 40% ഓൺ സെയിൽസ്. അതാണ് അതിന്റെ മീനിങ്. സോ ഫസ്റ്റ് റേഷ്യോ ഈസ് ഓവർ. നെക്സ്റ്റ് വൺ ഏതാ? നെക്സ്റ്റ് റേഷ്യോ NP ratio or net profit ratio. What is the equation of net profit ratio? Okay, we can identify or we can compute the net profit ratio by applying NP divided by net sale into 100. Net profit divided by net sales into 100. What is net profit? How much is the net profit? Last നമുക്കറിയാം ഇവിടെ ഉണ്ട്. എത്രയാ? 15,000. Then net sales. Now change in net sales. എത്രയാ? 1 lakh. അല്ലേ? 1 lakh അല്ലേ? So 15,000 divided by 1 lakh into 100. എത്രയാ? എത്ര വരിക? 15%. That means net profit is the 15% on net sales. നെറ്റ് സെയിൽസിന്റെ 15% നെറ്റ് പ്രോഫിറ്റ്. സോറി, നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് സെയിൽസിന്റെ 15% നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് സെയിൽസും തന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചൂടെ? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് സെയിൽസും കണ്ടാൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കാണാം? നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ എത്രയാണോ ഇൻറ്റു 15/100. എത്ര പെർസെൻറ്റേജ് ആണ്? അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ആ, ഇപ്പോ നമുക്ക് ഇത്ര അങ്ങനെ വന്നു. ഇത് 1 lakh ആണ് നെറ്റ് സെയിൽസ്. NP റേഷ്യോ 20%. അപ്പോൾ 1,00,000ന്റെ 20% നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാവും? 20% നോക്കിക്കഴിഞ്ഞാൽ 20,000 വരും. ക്ലിയർ? ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. Operating profit ratio is equal to operating profit divided by net sales into 100. എങ്ങനെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയ? ബൈ ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം GP. അല്ലെ? GP നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ചിലപ്പോൾ ചില പ്രോബ്ലംസിൽ എങ്ങനെ ഉണ്ടാവാം? GP തരും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും തരും. കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാനും നിൽക്കണ്ട. GP മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദെൻ ഡിവൈഡ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് നെറ്റ് സെയിൽസ്. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹിയർ എത്രയാ? 20,000 divided by
1 lakh into 100, so 20%. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 20% ഇതിന്റെ മീനിങ്. Then last question, 20% എഴുതിയാ? Then last one, operating ratio, operating expense ratio, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിക്കാറുണ്ട്. Operating ratio means or is equal to cost of goods sold plus operating expenses divided by net sales into 100. Cost of goods sold എത്രയാ? 60,000. എത്ര വരുന്നുണ്ട്? 80%. കഴിഞ്ഞെങ്കിൽ പറയാം. എല്ലാവർക്കും 60 plus 20,000 divided by 1 lakh into 100. ഓക്കെ അല്ലേ കുട്ടികളെ? എളുപ്പമാണ്, മനസ്സിലായില്ലേ? റേഷ്യോസ് ഒക്കെ എളുപ്പമാണ്. ഇതിലാകെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോൾവൻസി റേഷ്യോസ് പഠിക്കാനാണ്. കാരണം വെച്ചാൽ അവിടെ ഇക്വേഷൻസ് നമുക്ക് മനസ്സിൽ നിൽക്കില്ല. ബാക്കി എല്ലാ ഇക്വേഷൻസും ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കാവുന്ന ഇക്വേഷനാണ്. നോർമലി ഐ തിങ്ക് നമ്മൾ എത്ര റേഷ്യോസ് പഠിച്ചു ചോദിച്ചാൽ 3, 5, 8, 5, 13, 4, 17, 18 ആയി. യെസ്. ഈ രണ്ട് ലാസ്റ്റ് റേഷ്യോ നോക്ക്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് റേഷ്യോ, അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്തെങ്കിലും ബന്ധം ഉണ്ടോ? കാണാൻ പറ്റുമോ? എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ? നോർമലി ഫീൽ ചെയ്യില്ല. രണ്ട് പ്രോബ്ലം ചെയ്താൽ ഫീൽ ചെയ്യും. എന്താ പറയാൻ പറ്റുമോ? ആരോ പറഞ്ഞു. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% കിട്ടും. അതന്നെ അതിന്റെ ആൻസർ. അതന്നെയാണ് അവിടെയുള്ള ഇന്റർപ്രിട്ടേഷൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോ കൂടെ കൂട്ടി എത്ര പെർസെന്റേജ് കിട്ടും? അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടിയാൽ തന്നെ എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇവിടെ 20% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അപ്പൊ 80% എന്ത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 25 ആയിരുന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയാവും? 75. അപ്പൊ താഴെ ഒരു നോട്ടായിട്ട് ജസ്റ്റ് കൊടുക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ പ്ലസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു 100%. Operating profit ratio plus operating ratio is equal to 100%. അപ്പൊ ഏതെങ്കിലും ഒന്ന് കാണാൻ ചെയ്താൽ മതി, 100 മൈനസ് ചെയ്താൽ മതി അല്ലേ? ജസ്റ്റ് ഒരു താരം ഒന്നുകൂടെ കൊടുക്കുക. സോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 100 മൈനസ് ഏതാ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അങ്ങനല്ലേ? അല്ല കുട്ടികളെ? ഈ ഒരു സബ്ജക്റ്റ് കുറെ ആൾക്കാർ ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള ഉദ്ദേശം, എൻ്റെ ഉദ്ദേശം എത്ര ഉള്ളൂ കുട്ടികളെ? നിങ്ങളെ കുറച്ച് ലോജിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എക്സാമിന് കുറെ മാർക്ക് കിട്ടുക, ഞാൻ അതിലേക്ക് ചിന്തിക്കറേ അല്ല. നമ്മൾ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാർജിനൽ കോസ്റ്റിംഗിൽ ചെയ്തു. ഇൻഡയറക്റ്റ് നിങ്ങളും ചിന്തിച്ചു നോക്ക്.
അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെയൊക്കെ ഉപകാരങ്ങൾ എപ്പോഴാണ് വെച്ചാൽ, നിങ്ങൾ പി ജിക്ക് പോയിട്ട് അവിടെ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ഷുവറായിട്ടും ഞാൻ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ ഓർക്കും. ഷുവറാ, അത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ പോയിന്റുകളും ഓരോ സംഗതികളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ അന്ന് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. നല്ല ഓർമ്മയുണ്ടാവും. കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പഠിച്ചു കഴിഞ്ഞാട്ടോ. അപ്പൊ അത് എഴുതിയല്ലേ? ഇതില് ഞാനൊരു ഒറ്റ ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു. കറക്റ്റേ? എന്തായാലും കിട്ടുമോ? അത് കിട്ടൂല. പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ എക്സാം എടുത്ത് നോക്ക്, നെറ്റ് സെയിലാണ് കുട്ടികളെ. എന്തുകൊണ്ടാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60,000, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 20,000, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20,000. ഇനി പറഞ്ഞ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ ജി പി കൂട്ടിയ സെയിൽസ് കിട്ടും. ആ ജി പി എന്ന് പറയുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂട്ടിയതാ. അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൂട്ടി എന്ത് കിട്ടണം? നെറ്റ് സെയിൽ കിട്ടും. കാര്യം മനസ്സിലായില്ല കുട്ടികളെ? ഇതിങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ട് ഇങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും, നല്ല ഐഡിയ കിട്ടും. ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തിനുള്ളൊരു ലോജിക് സെൻസ് നിങ്ങൾ ഇമ്പ്രൂവ് ആവും. അതാണ് നമുക്ക് ലക്ഷ്യമല്ല. അത് വെറുതെ എന്തെങ്കിലുമൊക്കെ ജി പി റേഷ്യോ എത്ര പെർസെൻറ്റേജ്, എൻ പി റേഷ്യോ എത്ര പെർസെൻറ്റേജ്, അതിനോടൊന്നും എനിക്ക് താല്പര്യമല്ല വേറെ കാര്യം. പക്ഷെ എക്സാമിന് നമുക്ക് മാർക്ക് വിടണമല്ലോ, അതിന് പഠിപ്പിക്കാന്ന് മാത്രം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തേ. വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ കുറെ ആൾക്കാർ വെറുതെ മുങ്ങുന്നുണ്ട്. അതാണ് നമുക്ക് പറ്റാത്ത ആളുള്ള. കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഫ്രോം ദ ഫോളോയിങ്. സെയിൽസ് 10,50,000, റിട്ടേൺ 50,000. പെട്ടെന്ന് ചെയ്യാം. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. റിട്ടേൺ 50,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5 lakh, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2 lakh, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട് ഇവിടെ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അപ്പോൾ ആഡ് ചെയ്യാനുണ്ട്. ദെൻ ലെസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അഞ്ച് മിനിറ്റ് മതി ശരിക്ക് ചെയ്യാട്ടോ. നമുക്ക് ചെയ്യാൻ ശരിക്കും 5 മിനിറ്റ് മതി, എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ. ക്വസ്റ്റ്യൻ എഴുതെടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കൊടുക്കുക, നമ്മൾ എൻ പി വരെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയാ? എഴുതിക്കോളി. സെയിൽസ് എത്ര വെച്ചാൽ എഴുതി, റിട്ടേൺ കുറയ്ക്ക്, നെറ്റ് സെയിൽ കണ്ടുപിടിക്ക്.
നെറ്റ് സെയിൽ കിട്ടിയാ? നെറ്റ് സെയിൽ കിട്ടിയാ? എത്രയാ? 10 ലാക്ക്. CGS കുറയ്ക്കൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3 ലാക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 3 ലാക്ക് അല്ല 5 ലാക്ക് കുറച്ച് കഴിഞ്ഞാൽ ജി പി 5 ലാക്ക്. ജി പി നിന്ന് ഓപ്പറേറ്റ് എക്സ്പെൻസ് എത്ര ഉണ്ട്? 2 ലാക്ക് ഉണ്ട്, കുറയ്ക്കാനുണ്ട്. അപ്പം എത്ര കിട്ടും? ഓപ്പറേറ്റ് എക്സ്പെൻസ് 2 ലാക്ക് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 ലാക്ക് കിട്ടും. നോൺ ഓപ്പറേറ്റിംഗ് ആഡ് ചെയ്ത് താഴെ ഇടാണ് ഏറ്റവും നല്ലത്. ഈ പ്രോബ്ലത്തിൽ ഇവിടെ കണ്ടത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് കുറച്ച് എഴുതി ജസ്റ്റ് ലാസ്റ്റ് നെറ്റ് ആൻസർ എഴുതി. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം 50,000 ആഡ് ചെയ്തിട്ട് 350 എഴുതിയിട്ട് താഴെ 1,00,000 കുറച്ച് 250 എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ, ഈ പ്രോബ്ലത്തിൽ നേരിട്ടാണ് ചെയ്തിരിക്കുകയാണ്. പ്ലസും മൈനസും ചെയ്തു, എന്നിട്ട് നേരിട്ട് നെറ്റ് പ്രോഫിറ്റ് എഴുതി. നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? ആ, 2,50,000. വേഗം ചെയ്തോളി. നമുക്കൊരു 4 മിനിറ്റ് ഉണ്ട്. 4 മിനിറ്റിനുള്ളിൽ നമുക്ക് തീരണം. GP റേഷ്യോ കഴിയൂലെന്നുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തട്ടാ. GP 5 lakh divided by 10 lakh into 100 GP റേഷ്യോ. ആർക്കെങ്കിലും കിട്ടിയോ? GP റേഷ്യോ എത്രയെന്നുള്ളത് കിട്ടിയാ? 50%. അടുത്ത എഴുതിയെടുക്കുക NP റേഷ്യോ. NP റേഷ്യോയുടെ ഇക്വേഷൻ എഴുതുക, അറിയാം. NP എത്രയാ? 2,50,000 ഡിവൈഡ് ബൈ 10 lakh into 100. എത്ര വരും? 25%. ഇനിയോ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാ? നോക്കി നോക്ക്. ത്രീ ലാക്ക് അല്ലേ? 3 lakh ഡിവൈഡഡ് ബൈ 10 lakh into 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാ? 30%. അപ്പോൾ GP റേഷ്യോ 50%, NP റേഷ്യോ 25%, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 30. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രയായിരിക്കും? അറിയാതെ നമുക്ക് ചെയ്യാലോ. 100 30 കുറച്ചായി അല്ലേ? ഒന്നുമില്ല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂട്ടിയിട്ട് നെറ്റ് സെയിലോട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 100 മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും 70% ആൻസർ കിട്ടും. 70% ആൻസർ കിട്ടിയോ? കിട്ടി. തീരാണ്ടാവും കുറച്ച് ആൾക്കാരത്